കോതമംഗലത്ത് സോന എൽദോ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് മതപരിവർത്തനം നടത്തണമെന്ന് സുഹൃത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്. മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങളും ഒക്കെ ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും റമീസിൻ്റെ ഭാഗത്തുനിന്നും കാമുകനായ റമീസിൻ്റെ ഭാഗത്തുനിന്നും പീഡനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നുവെന്നാണ് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇത് ഒരു മതപരിവർത്തനം എന്നത് ഇന്നും പലയിടത്തും പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് പറയുന്ന പ്രണയത്തോട് ഇപ്പോഴും യോജിക്കാൻ കഴിയുന്നില്ല. പ്രണയിക്കുമ്പോൾ മതം നോക്കിയാണ് പ്രണയിക്കുന്നത്. പ്രണയിക്കാൻ രണ്ടാളുകൾ തമ്മിൽ പ്രണയിച്ചാൽ, ഒരാണും പെണ്ണും പ്രണയിച്ചാൽ അവർക്ക് മതം ഒരു വിഷയമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ പ്രണയത്തിന് പ്രസക്തിയുള്ളത്? എന്തിനാണ് അവർ പ്രണയിക്കുന്നത്? പ്രണയത്തിന് ഒരിക്കലും മതം ഒരു തടസ്സമാകരുത്. പ്രണയിക്കുന്നവർ മതം മാറി ഒരാളുടെ മതത്തിലേക്ക് ചേക്കേറണമെന്ന് നിശ്ചയിക്കുന്ന നിയമം, അങ്ങനെയൊരു കാഴ്ചപ്പാട് വച്ച് പുലർത്തുന്നവരെ ഒരിക്കലും പ്രേമിക്കാൻ പോകരുത്. പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വിശുദ്ധി തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഒരു ഹിന്ദു മതവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതവിശ്വാസിയെ ഒരു ഇസ്ലാം മതവിശ്വാസിയോ കല്യാണം കഴിച്ചാൽ വിവാഹത്തോടൊപ്പം തന്നെ വധു മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രണ്ടുപേർക്ക് അവരുടെ മതത്തിൽ തന്നെ നിൽക്കാനും ആ മതത്തിൻ്റേതായ സ്വാതന്ത്ര്യങ്ങളെല്ലാം അനുഭവിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇരു മതവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക തന്നെ വേണം. കാലം മാറിയതനുസരിച്ച് കോലവും മാറാൻ ഓരോ മതവിഭാഗങ്ങളും തയ്യാറാകണം. പ്രത്യേകിച്ച് പ്രണയം എന്ന പ്രണയത്തിൻ്റെ വിശുദ്ധി അത്രത്തോളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രണയം എന്നത് മതം മാറാനുള്ളതൊന്നുമല്ല. പരസ്പരം സ്നേഹിച്ച് പരസ്പരം വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർ ഒരേ മതത്തിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഒരിക്കലും ഒരു വിവാഹത്തിന് ഒരു യുവാവോ ഒരു യുവതിയും തയ്യാറാകരുത്. കാരണം വിവാഹമെന്നത് മതം മാറാനുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പ്രണയിക്കുന്നവർ വിവാഹം കഴിക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ യുവതലമുറ പോകട്ടെ. അതാണ് പ്രണയം എന്ന വാക്കിനെ ഏറ്റവും വലിയ ശക്തി പകരുന്നത്.